ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾക്കൊരു സോയാബീൻ വരട്ടിയത് ഉണ്ടാക്കിയാലോ. സോയാബീൻ വരട്ടുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് സോയാബീൻ ഇട്ട് കൊടുത്ത ശേഷം ചൂടുവെള്ളവും ഒഴിച്ചു വെച്ച് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഇതിനു വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് വെച്ച 3 തക്കാളി ഇട്ട് കൊടുക്കാം. ചെറിയ ഒരു കഷ്ണം പട്ട, 2 കറാമ്പു, 4 പച്ചമുളക് എന്നിവയും കൂടി ഇട്ട ശേഷം ചിരകി വെച്ച 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച സോയാബീനെല്ലാം നന്നായി വെള്ളം കളഞ്ഞ ശേഷം മാറ്റിവെക്കാം. ഇനി ഈ സോയാബീൻ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് വരാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഈ സോയാബീൻ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഈ സോയാബീൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായി ചേഞ്ച് ചെയ്യുന്നത് വരെ റോസ്റ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾക്കിത് മാറ്റി വെക്കാം. മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഉള്ളി ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ ഉള്ളിയെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളിയും കറിവേപ്പിലയുമെല്ലാം നന്നായി വാടിയ ശേഷം ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ഇട്ട് കൊടുത്ത ശേഷം നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാ മസാലകളും കൂടി നന്നായി മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മസാലയും തേങ്ങ അരപ്പും കൂടെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഈ മിക്സിയിലോട്ട് തേങ്ങ അരച്ചതിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായി ഇളക്കിയെടുക്കാം. നന്നായി ഒന്ന് മിക്സാക്കിയ ശേഷം ഒരു അടപ്പ് വെച്ച് മൂടിക്കൊടുക്കാം. ഇതൊന്ന് നന്നായി തിളക്കട്ടെ കേട്ടോ. നന്നായി തിളച്ച ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സോയാബീൻ ഇട്ട് കൊടുക്കാം. സോയാബീനും മസാലയും എല്ലാം കൂടെ നന്നായി ഇളക്കിയ ശേഷം ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് കുറുകാൻ വെക്കാം. ഇപ്പോൾ ഇവിടെ വെള്ളമെല്ലാം വറ്റി നല്ല ഗ്രേവിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായി മിക്സാക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. Thank you.